എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം ഫിംഗർപ്രിന്റ് ആണ്. ഫിംഗർപ്രിന്റ് അത് ചെറിയ ഫോൺ മുതൽ വളരെ വില കൂടിയ ഫോണുകളിൽ വരെ ഫിംഗർപ്രിന്റ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം അതിനെക്കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറയും. അതിനുശേഷം ഫേക്കായിട്ട് നമ്മളൊരു ഫിംഗർപ്രിന്റ് നിർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതൊരു ഫോണിനകത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അതുകൂടാണ്ട് തന്നെ ഫിംഗർപ്രിന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു മൊബൈലിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഫേക്ക് ഫിംഗർപ്രിന്റ് ഉണ്ടാക്കാൻ പോകാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2007 മുതൽ തന്നെ ഫിംഗർപ്രിൻറ്റ് സ്മാർട്ട് ഫോണുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2013 iPhone 5s ടച്ച് ഐ ഡി കൊണ്ടുവന്നതിന് ശേഷമാണ് കൂടുതൽ സ്മാർട്ട് ഫോണുകളിലേക്ക് ഫിംഗർപ്രിൻറ്റ് വരാൻ തുടങ്ങിയത്. സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള 2 ലെയറിലുള്ള ചാർജുകളുടെ വ്യത്യാസം മനസ്സിലാക്കിയാണ് ടച്ച് സ്ക്രീനുകൾ വർക്ക് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെറിയ വ്യത്യാസം വരുത്തിയാണ് ഫിംഗർപ്രിൻറ്റും വർക്ക് ചെയ്യുന്നത്. വളരെ ചെറിയ കണ്ടക്റ്റീവ് പ്ലേറ്റുകൾ ഉപയോഗിച്ചാണ് ഫിംഗർപ്രിൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ നമ്മുടെ വിരലിലെ ഫിംഗറിനേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഫിംഗറിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ ഭാഗം ടച്ച് ആയിട്ടുണ്ട്, ഏതൊക്കെ ഭാഗം ടച്ച് ആയിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ഏതൊക്കെ ഭാഗം ടച്ചായി ഏതൊക്കെ ഭാഗം ടച്ചായില്ല എന്നുള്ളതിൻ്റെ റെസിസ്റ്റൻസ് മനസ്സിലാക്കി ഒരു വെർച്വൽ ഇമേജ് ക്രിയേറ്റ് ആവുന്നു. അത് ഇതിൽ സ്റ്റോർ ആവുന്നു. ഇപ്പോൾ ഫിംഗർപ്രിൻ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്നാമതൊരു എംസീലിൻ്റെ ഒരു പാക്കറ്റ് വേണം, പിന്നെ കുറച്ച് ഓയിൽ വേണം, എണ്ണ വേണം, പിന്നെ വേണ്ടത് കുറച്ച് ഫെവിക്കോളാണ്. ഇപ്പോൾ ഇത്രയും 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ എംസീലിൻ്റെ പാക്കറ്റ് ഇങ്ങനെ അഴിക്കുവാണ്. ഇതിനകത്ത് 2 പാക്കറ്റ് ഉണ്ടാവും. ഇതിനകത്ത് രണ്ടിനകത്തുനിന്നും കുറേശ്ശെ വീതം എടുത്ത് നമ്മൾ ഒരു മിക്സ് ചെയ്യുവാൻ ശ്രമിക്കുവാണ്. ഞാൻ കൂടൊക്കെ വെച്ച് കയ്യിലാക്കാതെ മിക്സ് ചെയ്യാൻ നോക്കിയതാണ്, നടന്നില്ല. അപ്പോൾ നമുക്ക് ഏതായാലും കൈ വെച്ച് തന്നെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഏകദേശം നമ്മളൊരു ചെറിയൊരു ബോളിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊക്കെ കുറച്ച് എംസിയിലായി, അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. ഇപ്പം കാണുന്ന എൻ്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലാണ്. അപ്പോൾ ഈ വിരലിൻ്റെ ഫിംഗറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. എണ്ണ നമ്മൾ തൂക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എണ്ണ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന ടൈമിൽ കയ്യിലൊക്കെ അത് ഒട്ടിപ്പിടിച്ച് അത് ഫിംഗർ കറക്റ്റ് ആവാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി എണ്ണ തൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് സെൻട്രലായിട്ട് വെച്ചിട്ട് വിരൽ പതുക്കെ നേരെ പ്രസ് ചെയ്യുവാണ്. വിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ ശ്രദ്ധിച്ചാണ് ചെയ്യണേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഫിംഗറിൽ ചേഞ്ച് വരും. ഓക്കെ, നമ്മൾ നേരെ തന്നെ കൈ ഇങ്ങ് പൊക്കിയെടുക്കുവാണ്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഫിംഗർ എൻ്റെ അവിടെ തെളിഞ്ഞ് കാണാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെവിക്കോൾ എടുത്ത് ഇതിന് മുകളിലേക്ക് പതുക്കെ ഒഴിക്കുകയാണ്. ഫെവിക്കോൾ ഒഴിക്കുമ്പം കുറച്ച് കട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പറിച്ചെടുക്കുന്ന സമയത്ത് ഇത് കീറിപ്പോരാനോ വിട്ടുപോരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇത് സംഭവം കഴിഞ്ഞു. ഇനിയൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ ശരിക്കും ഇത് 1 ദിവസത്തിന് ശേഷമാണ് ഇതിപ്പം എടുക്കുന്നത്. ഇത് ഒട്ടി ഏകദേശം ഇത്രയും നന്നായിട്ട് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പറിച്ച് നോക്കി, പക്ഷേ ഇച്ചിരി എനിക്കൊരു ഡൗട്ട് ഇതിപ്പം കീറിപ്പോകുമെന്ന്. അതുകൊണ്ടൊരു പ്ലാസ്റ്റർ ഞാനിങ്ങനെ കീറിയെടുത്തിട്ട് ഒട്ടിച്ചതിന് ശേഷം പറിക്കാൻ ശ്രമിക്കുവാണ്. ബ്ലേഡ് വെച്ച് പതുക്കെ ഇളക്കി എടുക്കുവാണ്. ഏകദേശമൊക്കെ പോന്നിട്ടുണ്ട്. ഇത്രയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ എംസിയിൽ ഉപയോഗിക്കുന്നതിന് പകരം മെഴുകുതിരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്.
ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫേക്കായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ്. അപ്പം നമ്മൾ ഫേക്കായിട്ട് നിർമ്മിച്ചേക്കണ ഫിംഗർ പ്രിൻ്റ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ ചെയ്യലായിരിക്കും. കയ്യിൽ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഇടത് കൈയുടെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇടത് കൈയിലെ ചൂണ്ടുവിരലിലെ ഫിംഗർ പ്രിൻ്റാണ് ഞാൻ ഇത് നിർമ്മിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ വെച്ച് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഈ ഫേക്ക് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് ലോക്ക് കഴിയുമോ എന്ന് നോക്കാം. നേരെ വെക്കാം. ഒരു റെസ്പോൺസും ഇല്ല. നമുക്ക് ഓരോ മൂലയായിട്ട് മാറ്റി മാറ്റി വെച്ച് നോക്കാം. ഒന്നും വേണ്ട, ഒരു വേണ്ട. നമുക്കൊന്ന് തുടച്ചിട്ട് നോക്കാം. Five minutes later. ശരിക്കുള്ള ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും ആവണില്ലല്ലോ. ഫിംഗർ പ്രിന്റ് കംപ്ലൈന്റ് ഉണ്ടോ? ഇത് എൻ്റെ ശരിക്കുള്ള ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും ആവണില്ല. ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ആവുന്നുണ്ട്. ഇനി ഒന്ന് നോക്കാം. ആയി. ഒന്നുകൂടെ നോക്കാം. വീണ്ടും പോയി. ഒരു പ്രാവശ്യമായി കേട്ടോ, ഒരു പ്രാവശ്യമായി. ഒന്നുകൂടെ തുടയ്ക്കാം. ഈ ഒരു ഏരിയയാണ്, ഈ ഒരു ഏരിയയിൽ നിന്നായത് ഇവിടെ കൊണ്ടുപോകാനായത്. അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് ആയെന്ന് പറയാം. എന്നാൽ ഇത് കുറേയധികം ടൈം ഇതിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഉരച്ചുരച്ച് നോക്കേണ്ടി വന്നു. എന്നിട്ട് 1-2 തവണ മാത്രമാണ് ആയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് കഴിഞ്ഞേനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ